അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നേ? എസ്റ്റിമേഷൻ അല്ലേ? എസ്റ്റിമേഷൻ അല്ലേ പറഞ്ഞേ? ഹോംവർക്ക് എല്ലാവരും ചെയ്തല്ലോ? എക്സസൈസ് 2.4 കംപ്ലീറ്റ് ആയില്ലേ? യെസ്, കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മളിപ്പോ അഡീഷൻ അല്ലേ പഠിച്ചേ അല്ലേ? വി ഹാവ് ടു സ്റ്റഡി വേർഡ് പ്രോബ്ലംസ് ഓൺ അഡീഷൻ. നിങ്ങൾക്ക് ജസ്റ്റ് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാനായിരിക്കില്ല എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. യു ഹാവ് വേർഡ് പ്രോബ്ലംസ്. എന്താ വേർഡ് പ്രോബ്ലംസ്? എന്റെ കയ്യിൽ 5 രൂപയുണ്ട്, അച്ഛൻ എനിക്ക് 10 രൂപ കൂടി തന്നു, അപ്പോ എന്റെ കയ്യിൽ എത്ര രൂപയായി? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? That these type of questions are word problems. അപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെ നോക്കിയേ. I have 5 rupees. Father gave me 10 rupees. Then what is the total money that I have? എങ്ങനെ കണ്ടുപിടിക്കാം? 5 rupeesന്റെ കൂടെ 10 rupees ആഡ് ചെയ്തു, ടോട്ടൽ 15 rupees. അപ്പൊ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വേർഡ് പ്രോബ്ലംസ് ഓൺ അഡിഷൻ ആയിട്ട് വരുന്നത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ടേക്ക് യുവർ ടെക്സ്റ്റ്, പേജ് നമ്പർ 82. പേജ് നമ്പർ 82. അതിനകത്ത് വേർഡ് പ്രോബ്ലംസ് ഓൺ അഡിഷൻ കണ്ടോ? എക്സസൈസ് 2.4 താഴെ കണ്ടോ? ആ ഫസ്റ്റ് എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. A shopkeeper has 11,673 bags of wheat, 43,670 bags of rice, and 1,546 bags of maize in his store. Find the total number of bags of food grains in his store. These type of questions are called word problems. മനസ്സിലായോ? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കാം. എന്താ? A shopkeeper has 11,673 bags of wheat, 43,670 bags of rice, and 1,546 bags of maize in his store. Find the total number of bags of food grains in his store. എന്താ ക്വസ്റ്റ്യൻ? ഒരു ഷോപ്പ് കീപ്പർ ഒരു ഷോപ്പില് എന്തൊക്കെയുണ്ട്? വീറ്റ് ഉണ്ട്, റൈസ് ഉണ്ട്, മെയ്സ് ഉണ്ട്. എത്ര ബാഗ്സ് വീറ്റ് ഉണ്ട്? 11,673 ബാഗ്സ് വീറ്റ് ഉണ്ട്. എത്ര ബാഗ് റൈസ് ഉണ്ട്? 43,670 ബാഗ്സ് റൈസ് ഉണ്ട്. എത്ര ബാഗ്സ് മെയ്സ് ഉണ്ട്? MAIZ മെയ്സ്. 1,546 bags of maize ഉണ്ട്. എന്താ കണ്ടുപിടിക്കണ്ടേ? Find the total number of bags of food grains in his store. ആ സ്റ്റോറിൽ, ആ ഷോപ്പിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ബാഗ്സ്, ഫുഡ് ഗ്രെയിൻസിൽ എത്ര ബാഗ്സ് ഉണ്ടെന്നാ കണ്ടുപിടിക്കണ്ടേ. എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? തന്നിരിക്കുന്ന നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്യും അല്ലേ? ടോട്ടൽ കണ്ടുപിടിക്കണമെങ്കിൽ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്യും. ഇവിടെ ഏതൊക്കെ നമ്പേഴ്സ് ഉള്ളത്? 11,673, 43,670, 1,546. ഇതൊക്കെ കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് ബാഗ്സ് കിട്ടും. അപ്പോ
ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇതിന്റെ ആൻസർ എഴുതും? എങ്ങനെ ഇതിന്റെ ആൻസർ എഴുതും? ജസ്റ്റ് ആ 3 നമ്പേഴ്സും ആഡ് ചെയ്തിട്ട് മാത്രം ഇവിടെ എഴുതി വെക്കൂ? That is not correct method of answering. When you get this type of question, that is word problem, you should write steps to find out the answer. നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയിട്ട് വേണം ആൻസർ കണ്ടുപിടിക്കാൻ. ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് എന്തൊക്കെ എഴുതേണ്ടതെന്ന് നോക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ്, ക്വസ്റ്റ്യനകത്ത് നമുക്ക് എന്തൊക്കെയോ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്, അതൊക്കെ ഓരോ ലൈനിലായിട്ട് എഴുതി വെക്കുക. ഇവിടെ എന്താ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ്? ക്വസ്റ്റ്യനില് നമ്പർ ഓഫ് ബാഗ്സ് ഓഫ് വീറ്റ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ബാഗ്സ് ഓഫ് റൈസ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ബാഗ്സ് ഓഫ് മെയ്സും തന്നിട്ടുണ്ട്. അല്ലെ, ഈ 3 ഇൻഫർമേഷൻസ് അല്ലേ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നേ? അല്ലെ, അപ്പൊ അത് 3 നമുക്ക് ഓരോന്നായിട്ട് എഴുതി വെക്കാം. നമ്പർ ഓഫ് ബാഗ്സ് ഓഫ് wheat, number of bags of wheat എത്രയാ? number of bags of wheat എത്രയാ? equal to 11,673. സോറി, നിങ്ങളോട് കോമ ഇടാൻ വേണ്ടി മിസ് കോമ ഇടാൻ മറന്നുപോയി. 11,673. ആരാ അവിടെ ഫോണിൽ തൊട്ട് കളിക്കുന്നേ? You are not allowed to touch your screen. You are not permitted to touch your phone during your class. ആരാതെ? നോക്കട്ടെ ആരാന്ന്. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഫോണിൽ തൊടാൻ പാടില്ല. എന്തിനാ ഫോണിൽ തൊടേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ലല്ലോ. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വലുതായിട്ട് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. അത് കറക്റ്റ് ആയിട്ട് കാണുകയും ചെയ്യും. നിങ്ങൾ സ്ക്രീൻ വലുതാക്കിയാൽ നിങ്ങൾക്ക് വലുതായിട്ട് കാണുമൊന്നുമില്ല. So you are not allowed to touch your phone. Okay, then number of bags of wheat is equal to 11,673. Next നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്താ? number of bags of rice. Number of bags of rice is equal to എത്രയാ? 43,670. ഇനി അടുത്ത എന്താ തന്നിരിക്കുന്നേ? number of bags of maize. Number of bags of maize is equal to എത്ര തന്നിരിക്കുന്ന number of bags of maize? 1,546 അല്ലേ? 1,546. Then what we have to find out? എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ടോട്ടൽ നമ്പർ ഓഫ് ബാഗ്സ് അല്ലേ? അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് ബാഗ്സ്. എങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ബാഗ്സ് കണ്ടുപിടിക്കും? ഈസ് ഈക്വൽ ടു ഇതിന്റെയൊക്കെ സമ്മ് കണ്ടുപിടിക്കാം. ഇതിന്റെയൊക്കെ സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ ചെയ്യും? ആദ്യം വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് ആഡ് ചെയ്യാം. വൺസിന്റെ പ്ലേസിൽ ഏതൊക്കെയാ വരുന്നത്? 3 + 0 3,
Then 3 plus 6, 9. 3 plus 6, 9. ഇനി ടെൻസിന്റെ പ്ലേസിൽ 7 plus 7, 14. 14 plus 4, 18. 80 നമ്മൾ 8 അവിടെ എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? ബാക്കി വരുന്ന 100നെ എവിടേക്ക് ക്യാരി ഓവർ ചെയ്തു? 100ന്റെ പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്തു. അപ്പൊ അവിടെ ഏതൊക്കെയായി 100ന്റെ പ്ലേസിൽ? 6 plus 6 plus 5 plus ക്യാരി ഓവർ ചെയ്ത 1. 6 plus 6, 12. 12 plus 5, 17. 17 plus carry over ചെയ്ത 1. 17 plus 1, 18. Again അവിടെ 8 വന്നു. ഇനി ആ 18ലെ 8 നമ്മൾ അവിടെ എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? 1നെ 1000ന്റെ പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്തു. അപ്പൊ 1000ന്റെ പ്ലേസിൽ ഏതൊക്കെ നമ്പർ വന്നു? 1 plus 3 plus 1, പിന്നെ ക്യാരി ഓവർ ചെയ്ത 1. അപ്പൊ എത്രയായി ടോട്ടൽ? 1 plus 3, 4. 4 plus 3, 1. 4 plus 1, 5. 5 plus carry over ചെയ്ത 1, 6. 1000ന്റെ പ്ലേസിൽ 6. ഇനി 10,000ന്റെ പ്ലേസിൽ ഏതൊക്കെ ഡിജിറ്റ്സാ? 1ഉം 4ഉം. അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 1 plus 4, 5. So എത്ര ടോട്ടൽ നമ്പർ ഓഫ് ബാഗ്സ്? ഇതിന്റെ മൂന്നിന്റെ സം എത്രയാ കിട്ടിയേ? 56,889. 56,889. ആൻസർ കംപ്ലീറ്റ് ആയോ? ആൻസർ കംപ്ലീറ്റ് ആയോ? നോ. നമ്മൾ ആൻസർ കണ്ടുപിടിച്ചത് മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യന്റെ ആൻസർ കംപ്ലീറ്റ് ആവണമെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ ആ ആൻസർ ഫൈനലൈസ് ചെയ്ത സെന്റൻസും കൂടി എഴുതണം. എന്തെഴുതും? Thus, the total number of bags is 56,889. ഇങ്ങനെ ഒരു സെന്റൻസും കൂടി എഴുതിയാല് ആൻസർ കംപ്ലീറ്റ് ആയി. അപ്പൊ വേർഡ് പ്രോബ്ലംസിന്റെ ആൻസർ എഴുതുമ്പോ എങ്ങനെ ചെയ്യണം? ആദ്യം തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ആൻസർ ഷീറ്റിൽ എഴുതാം. അതിനുശേഷം എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതെന്താന്ന് എഴുതാം. എന്നിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. ഫൈനൽ ആൻസറിനെ ഇതുപോലെ ഒരു സെന്റൻസ് ആക്കിയിട്ട് ലാസ്റ്റ് എഴുതി വെക്കുക. എന്നാൽ മാത്രമേ ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലായില്ലേ? അത് നോട്ടിൽ എഴുതണ്ട. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ആൻസർ ചെയ്തത് മനസ്സിലായില്ലേ? യെസ്. ഇത് നോട്ടിൽ എഴുതണ്ട. ഇത് ടെക്സ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നോട്ടിൽ എഴുതേണ്ട ആവശ്യമില്ല. ഇനി എക്സാമ്പിൾ 2 നോക്കിയേ, പേജ് നമ്പർ 83. Example 2. In a school, there were 2,046 boys and 1,829 girls at the end of 2009. Then 328 more boys and 450 more girls were new admissions in 2010. How many students are there in the school now? Question മനസ്സിലായോ? Question മനസ്സിലായോ? ഒന്നുകൂടി വായിക്കട്ടെ. ശ്രദ്ധിച്ചിരിക്കണേ. എല്ലാവരും ടെക്സ്റ്റ് തന്നെ നോക്കിക്കോ മിസ് വായിക്കുമ്പോ. In a school, there were 2,046 boys and 1,829 girls at the end of 2009. Then 328 more boys and 450 more girls were new admissions
New admissions in 2010. Now, how many students are there in the school now? Enda question? Enda question? ഒരു സ്കൂളില് 2009 ലാസ്റ്റ് ആവുന്ന സമയത്ത് ഉണ്ടായ ബോയ്സിന്റെ എണ്ണവും ഗേൾസിന്റെ എണ്ണവും തന്നിട്ടുണ്ടല്ലോ. അതിനുശേഷം 2010 കുറച്ച് ബോയ്സിന്റെ പുതിയ അഡ്മിഷൻ വന്നു, കുറച്ച് ഗേൾസിന്റെ പുതിയ അഡ്മിഷനും വന്നു. ഇപ്പോ അതായത് ആ പുതിയ അഡ്മിഷൻ വന്നതിന് ശേഷം ആ സ്കൂളിലെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണെന്നാ കണ്ടുപിടിക്കണ്ടേ. അതായത് നിങ്ങളുടെ ക്ലാസ് തന്നെ നോക്കുക. ഇപ്പോഴത്തെ 4th സ്റ്റാൻഡേർഡ്, കഴിഞ്ഞ വർഷത്തെ 3rd സ്റ്റാൻഡേർഡ്. പാഠ്ശാല സ്കൂളിലെ 3rd സ്റ്റാൻഡേർഡ് എടുത്താല് എത്ര ഗേൾസ് ഉണ്ടായിരുന്നു ദേവപ്രിയ? 4 ഗേൾസോ? 4 ബോയ്സ് ഉണ്ടായിരുന്നു. ഗേൾസ് ഐ തിങ്ക് 7 ആണെന്ന് തോന്നുന്നു അല്ലേ? 6ഓ 5. എത്ര ബോയ്സ് ഉണ്ടായിരുന്നു നിഹാൽ? 4 ബോയ്സും 5 ഗേൾസും അല്ലേ? കഴിഞ്ഞ വർഷം 3rd സ്റ്റാൻഡേർഡിൽ 4 ബോയ്സും 5 ഗേൾസും ഉണ്ടായിരുന്നു പാടിയൊടിച്ച സ്കൂളിൽ. ഈ വർഷം എന്തായി? നമ്മുടെ സ്കൂളൊക്കെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് മാറി. അപ്പൊ പുളിങ്ങോത്ത കുട്ടികളും വന്നു, പുതിയ കുറച്ച് അഡ്മിഷൻസും വന്നു അല്ലേ? അപ്പോ പുതിയ കുറച്ച്, അതായത് പുളിങ്ങോത്ത കുട്ടികൾ ഞങ്ങൾ ഇവിടെ പുതിയ കുട്ടികളായിട്ടാണ് കണക്കാക്കുന്നേ, കാരണം ഞങ്ങൾ നിങ്ങൾക്ക് പുതിയ കുട്ടികളല്ലേ. അതുകൊണ്ട് പുതിയ കുറച്ച് ഗേൾസും വന്നു, പുതിയ കുറച്ച് ബോയ്സും വന്നു. അപ്പൊ ഇപ്പൊ ടോട്ടൽ 4th സ്റ്റാൻഡേർഡില് എത്ര കുട്ടികൾ ഉണ്ടെന്ന ക്വസ്റ്റ്യൻ. അതുപോലൊരു ക്വസ്റ്റ്യനാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസിനൊക്കെ ആദ്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാം. എന്താ ആദ്യം തന്നിരിക്കുന്നത്? നമ്പർ ഓഫ് ബോയ്സ്, number of boys in 2009. Number of boys in 2009 എത്രയാ? 2046. 2046. ഇനി തന്നിരിക്കുന്നത് എന്താ? number of girls in 2009. എത്ര നമ്പർ ഓഫ് ഗേൾസ് ഇൻ 2009? എത്ര തന്നിരിക്കുന്നത്? 1829. അടുത്ത തന്നിരിക്കുന്നത് എന്താ? നമ്പർ ഓഫ് ന്യൂ ബോയ്സ്. നമ്പർ ഓഫ് ന്യൂ ബോയ്സ്, പുതിയ എത്ര ആൺകുട്ടികൾ വന്നിട്ടുണ്ട്? എത്ര വന്നിട്ടുണ്ട്? 328. 328 ഗേൾസ് ബോയ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇനി എത്ര ഗേൾസ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്? നമ്പർ ഓഫ് ന്യൂ ഗേൾസ്. Number of new girls is equal to എത്രയാ? 450 അല്ലേ? ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ്. In a school there were 2046 boys. That is number of boys in 2009. Then 1829 girls. That is number of girls in 2009. കഴിഞ്ഞ വർഷം എത്രയും ബോയ്സും ഗേൾസും ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്?
328 more boys. Number of new boys 328. And 450 more girls were new admissions in 2010. Number of new girls is equal to 450. Then we have to find out the total number of students. അതായത് പഴയ ബോയ്സിന്റെ എണ്ണവും പഴയ ഗേൾസിന്റെ എണ്ണവും പുതിയ ബോയ്സിന്റെ എണ്ണവും പുതിയ ഗേൾസിന്റെ എണ്ണവും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കിട്ടുമല്ലോ. കിട്ടുമല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ വൺസിന്റെ പ്ലേസിലെ ഡിജിറ്റ്സ് ആദ്യം ആഡ് ചെയ്തു. 4 + 9 എത്ര? 6 + 9 15. 15 + 8 23. 23ലെ 3 നമ്മൾ അവിടെ എഴുതി. 2നെ എന്ത് ചെയ്തു? 10ന്റെ പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്തു. 2നെ 10ന്റെ പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്താൽ 10ന്റെ പ്ലേസിൽ ഏതൊക്കെ ഡിജിറ്റ് വന്നു? 4 + 2 4 + 2 6 6 + 2 8 8 + 5 13. Then 13 plus carry over ചെയ്ത 2. 13 + 2 15. അപ്പൊ നമ്മൾ 10ന്റെ പ്ലേസിൽ 15ലെ 5 എഴുതി. ഇനി 15ലെ 110 നമ്മൾ 100ന്റെ പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്തു. 100ന്റെ പ്ലേസിൽ ഇപ്പൊ ഏതൊക്കെയാ വരുന്നേ? 0 + 8 8 8 + 3 11 11 + 4 15. Then carry over ചെയ്ത 1ഉം കൂടി ആഡ് ചെയ്താൽ 15 + 1 16. 16ലെ 6 നമ്മൾ അവിടെ എഴുതി. 16ലെ 6 അവിടെ എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? ബാക്കിയുള്ള 1നെ 1000ന്റെ പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്തു. Then we get 2 + 1 3. 3 plus carry over ചെയ്ത 1ഉം കൂടിയാല് 4. Then the final answer is total number of students is equal to 4653. Answer complete ആയോ? Answer complete ആയോ? ഇല്ല. കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്ത് വേണം? ലാസ്റ്റ് ഒരു സെന്റൻസും കൂടി എഴുതണം. എന്താ? Thus the total number of students is എത്രയാ? 4653. ഇത്ര ആയാല് ആ ക്വസ്റ്റ്യന്റെ ആൻസർ കംപ്ലീറ്റ് ആയി. Thus the total number of students is 4653. മനസ്സിലായോ ചെയ്തത്? മനസ്സിലായോ? വേർഡ് പ്രോബ്ലംസ് കുഴപ്പമില്ലല്ലോ. ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാല് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആദ്യം എടുത്തെടുത്ത് എഴുതുക. അതിനുശേഷം എന്താണോ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കുക. ഏറ്റവും ലാസ്റ്റ് ആൻസർ ഫൈനലൈസ് ചെയ്ത് എഴുതുക. അത്രേ പണിയുള്ളൂ. ബട്ട് ദ ഇമ്പോർട്ടന്റ് തിങ് ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദി ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ക്വസ്റ്റ്യൻ മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ഒരു 5 or 6 ടൈംസ് എങ്കിലും വായിക്കേണ്ടി വരും. ആദ്യം അതൊക്കെ നിങ്ങൾക്ക് കുറേ തവണ വായിച്ചാലേ അതിന്റെ മീനിങ് മനസ്സിലാവുള്ളൂ. Then ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് തരട്ടെ. എക്സൈസ് 2.5 നമ്മൾ ഇപ്പൊ ചെയ്തത് പോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണേ.
exercise 2.5 second question. Exercise 2.5 second question. And the number of students in shift of a school are 2,342 and 3,459. How many students are there in the school? The number of students in two shift of a school are 2,342 and 3,459. How many students are there in this school? എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഒരു സ്കൂള് ഷിഫ്റ്റ് ആയിട്ട് റൺ ചെയ്യുന്നത്. ഷിഫ്റ്റ് ആയിട്ട് റൺ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് കുട്ടികൾക്ക് ഉച്ച വരെയും കുറച്ച് കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ക്ലാസ്. അങ്ങനെയാകുമ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റിലെ കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട് 2,342. സെക്കൻഡ് ഷിഫ്റ്റിലെ കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട് 3,459. Then the question is, how many students are there in the school? Total number of students കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. But the important thing is in writing the steps. സ്റ്റെപ്സ് എഴുതി ചെയ്യാന്നുള്ളതാണ് ഈ വേർഡ് പ്രോബ്ലംസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിന്റെ സ്റ്റെപ്പിന്റെ ആദ്യത്തെ പ്രോസസ് എന്താ? നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ എടുത്തെഴുതാം. അതിനുശേഷം എന്താണോ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക. ഏറ്റവും ലാസ്റ്റ് ആൻസർ ഫൈനലൈസ് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, ദെൻ ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ക്ലാസ് വർക്ക് ആയിട്ട് ചെയ്യാം. പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോവാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? ഇനി ഇത്രയും പോരെ? പോരെ? ഒരുപാട് കേട്ട് പ്രോബ്ലം കേട്ട് ബോറടിച്ചു തോന്നുന്നു എല്ലാവർക്കും. ബോറടിച്ചോ? മാത്സിന്റെ ക്ലാസ് കേട്ടിരിക്കാന്ന് വെച്ചാല് ഭയങ്കര ബോറുള്ള കാര്യമാണ്. പ്രോബ്ലം ചെയ്താണെങ്കിൽ കുഴപ്പമില്ല. കേട്ടിരിക്കാന്ന് വെച്ചാൽ, അതായത് തിയറി പറഞ്ഞു തരുന്നത് പോലെ പറഞ്ഞു തരുമ്പോ കേട്ടിരിക്കാൻ ഭയങ്കര ബോറാ. എന്താ ദേവാഞ്ജന? ഒന്നും കേൾക്കുന്നില്ലല്ലോ മോളെ. ഒന്ന് മെസ്സേജ് അയക്കോ? നിങ്ങൾ പറയുന്നൊന്നും മിസ് കേൾക്കുന്നില്ല. എന്തെങ്കിലും പറയാണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയക്കാം കേട്ടോ. വെയിറ്റ് ഒരു മിനിറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് ഒന്നുമില്ലല്ലോ? അപ്പൊ നമ്മളിനി ഓണം കഴിഞ്ഞിട്ടേ കാണുള്ളൂ അല്ലേ?